ഹായ് മക്കളെ, തേർഡ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ +1 അലോട്ട്മെന്റ് പ്രോസസ് ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുക. അതായത് നിങ്ങളുടെ ട്രയൽ കഴിഞ്ഞു, ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് കഴിഞ്ഞു. ഇനി ഈ ഒരു സീരീസിൽ അലോട്ട്മെന്റ് ഇല്ല. ഇനി വരാനിരിക്കുന്നത് സപ്ലിമെന്ററി ആണ്. എന്താണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യും. ആദ്യത്തെ കാര്യം, ഈ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നു. നിങ്ങളുടെ ലോഗിൻ ചെയ്ത ഉടനെ നിങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്: സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ്, നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെന്റ് ഓപ്ഷൻ, ടേക്ക് പെർമനന്റ് അഡ്മിഷൻ. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് അലോട്ട്മെന്റ് പുതിയ സ്കൂൾ കിട്ടിയിട്ടുണ്ടാവും, ചില ആൾക്ക് ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല. ഇനി പുതിയ സ്കൂൾ കിട്ടിയ ആളുകളും ഒരു മാറ്റമില്ലാത്ത ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു വാക്ക്, ദാറ്റ് ഈസ് ടേക്ക് പെർമനന്റ് അഡ്മിഷൻ. ഇത് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. താൽക്കാലികമായി ജോയിൻ ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനെ താൽക്കാലികമില്ല, ഇനി പെർമനന്റ് ആയി ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ ഇതോടുകൂടി അലോട്ട്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ആവും. അതായത് എത്ര കുട്ടികൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, സീറ്റ് കിട്ടി എന്ന കാര്യം കൺഫേം ആവും. ബാക്കി വരുന്ന സീറ്റുകൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ഗവൺമെന്റ് സംവിധാനങ്ങൾ കൃത്യമായ രീതിയിൽ സോർട്ട് ചെയ്യും. അത് ആർക്ക് കൊടുക്കും? സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റോ തേർഡ് അലോട്ട്മെന്റിലോ കിട്ടാത്ത കുട്ടികൾക്കായിരിക്കും ഇതിനുള്ള സീറ്റുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾ, കിട്ടാത്ത കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് സപ്ലിമെന്ററി എന്ന ഡീറ്റെയിൽ വീഡിയോ ഉടനെ വരും. ആ കിട്ടിയ കുട്ടികൾ ശ്രദ്ധിച്ചോ, ആദ്യമായി ചെയ്യേണ്ട പരിപാടി ഈ 16-17 ജൂൺ 16-17 തീയതികളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സ്കൂളിൽ പോകേണ്ടത്. ഞാൻ വീണ്ടും ആ വാക്ക് റിപ്പീറ്റ് ചെയ്യാണ്. ടെമ്പററി എന്ന് പറഞ്ഞ പരിപാടി ഇനി ഇല്ല. ഇഷ്ടമില്ലാത്ത സ്കൂളാണ് അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അവിടെ പോവുക, അഡ്മിഷൻ എടുക്കുക. ഇനി നമുക്ക് പിന്നെ ട്രാൻസ്ഫർ വരാനുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാം. ഇല്ലെങ്കിൽ നിങ്ങൾ ആ സ്കൂളായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ് അത്ര സ്കൂളിലൊക്കെ ഉള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ സ്കൂളായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആവുക. അല്ല നമുക്ക് വേറെ വഴിയില്ല. നിങ്ങൾ ആ സ്കൂൾ എനിക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളിൽ 2 വർഷം അവിടെ അങ്ങനെ കുത്തിരുന്നാൽ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ മാനസികമായി തയ്യാറെടുക്കുക. ഇഷ്ടപ്പെട്ട് കിട്ടിയ സ്കൂളാണെങ്കിൽ ഓക്കെ, താഴ്ന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയ ആളുകളൊന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെടാത്ത സ്കൂളൊന്നുമില്ല. നമ്മൾ കുറേയൊക്കെ ആഗ്രഹിക്കും, പക്ഷെ വലിയ വ്യത്യാസം. നിങ്ങൾ മാനസികമായി തയ്യാറാവുക. ഇനി 2 വർഷം നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അവിടെയാണ്. അതങ്ങ് മനസ്സിലങ്ങ് വെക്കുക. റെഡി? അപ്പം നിർബന്ധമായി ജോയിൻ ചെയ്യാൻ ആളുകൾ രാവിലെ ജൂൺ 16 10 മണി മുതൽ ജൂൺ 17 വൈകിട്ട് 5 മണി വരെ സമയമുണ്ട്. ഈ സമയത്ത് പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഇനി അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിച്ചവർ കാൻഡിഡേറ്റ് ലോഗിനിൽ തേർഡ് അലോട്ട്മെന്റ് ലിങ്കിൽ നിന്നും ലഭിക്കാവുന്ന അലോട്ട്മെന്റ് ലെറ്ററിൽ പ്രതിപാദിച്ചിരിക്കുന്ന അലോട്ട്മെന്റ് സ്കൂൾ രക്ഷകർത്താവിനൊപ്പം പ്രവേശനത്തിന് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് അസൽ സഹിതം ഹാജരാവണം. വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് ആവശ്യമുള്ള അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിന്നും പ്രിന്റ് എടുത്ത് അഡ്മിഷൻ സമയത്ത് നൽകുന്നതാണ്. 1-2 അലോട്ട്മെന്റുകൾ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെന്റിൽ ഉയർന്ന ഓപ്ഷൻ അലോട്ട്മെന്റ് ലഭിച്ചില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. അതായത് ഒരേ സ്കൂൾ തന്നെ കിട്ടുകയാണെങ്കിൽ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമൊന്നുമില്ല. ഇനി പ്രിന്ററും സംവിധാനമൊന്നും ഇല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ പ്രിന്റൊക്കെ അവിടെ നിന്ന് അവർ എടുത്ത് തരും. ഓക്കെ, ഇപ്പം നിങ്ങൾ പോകേണ്ടത് നിങ്ങളുടെ കയ്യിലെ ക്ലിയർ ഡോക്യുമെന്റ്സ്, അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ ക്ലബ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ അതായത് നിങ്ങൾ എന്തൊക്കെയാണോ ബോണസ് പോയിന്റ് ഒക്കെ ആയിട്ട് ടിക്ക് ചെയ്ത് കൊടുത്ത സാധനങ്ങളുടെ ഒറിജിനൽ വേണം. അസല, നോ ഫോട്ടോ കോപ്പി, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾ പോകണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാർക്ക് ലിസ്റ്റ് എന്ത് മതി, നിങ്ങൾ അന്ന് പിന്നെ ഇത് നോക്കുന്ന സമയത്ത് കിട്ടിയല്ലോ, റിസൾട്ട് നോക്കുന്ന സമയത്ത് കിട്ടിയ സാധനമായിട്ട് പോയാൽ മതി. പിന്നെ നിങ്ങളുടെ TC ആ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. കാരണം ഇനി വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. കഴിഞ്ഞത് ലാസ്റ്റാണ്. നിർബന്ധമായും വേഗം പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. റെഡി? അപ്പോൾ അത്രയും കാര്യമാണ് തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ടേക്ക് പെർമനന്റ് അഡ്മിഷൻ. ഇതോടുകൂടി കഴിഞ്ഞു. അങ്ങനെ തന്നെ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. വേഗം പോവാൻ എടുക്കുക. ബാക്കി ട്രാൻസ്ഫർ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഉടനെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഡോണ്ട് വറി. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച സ്കൂൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടാത്തവർ ടെൻഷൻ അടിക്കേണ്ട മാത്രമേ ഞാൻ പറയാനുള്ളൂ. താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. ലൈക്ക് അടിക്കാനും മറക്കരുത്. താങ്ക് യു.